ഒരു വർഷത്തിൽ 2 സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമ മാത്രമല്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് വരുന്ന പണികൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന സംഭവത്തിനകത്ത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു വരുമാനം കിട്ടാറുണ്ട് തിരിച്ച്. അല്ലാതെ ബാക്കി ഉള്ള സംഭവങ്ങൾ, ഇഷ്ടംപോലെ സംഭവങ്ങൾ, വേറെ പണികൾ ചെയ്യുന്നുണ്ട്, വേറെ PR ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സിനിമകൾ മാത്രമല്ല, അപ്പം ഇത് ആരുടെയൊക്കെ PR ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും റിവീൽ ചെയ്തിട്ടില്ല. അത് റിവീൽ ചെയ്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് കമ്മിറ്റഡ് ആണ്. അപ്പൊ ആ സാധനങ്ങൾ എനിക്ക് പുറത്ത് പറയാൻ വേണ്ടി പറ്റത്തില്ല. മാക്സിമം ലൈഫിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കും. പിന്നെ ചില ദിവസങ്ങളിൽ അല്ലാതെ എല്ലാത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവലിംഗ് പോകും. കുറേ വർക്കുകൾ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോഴേക്കും തിരിച്ചു. അല്ല, ക്ഷേത്രങ്ങളിൽ മാത്രം, ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ എന്നെ കാണാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിക്കും. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വെട്ടുകാട് പോകും, ഇപ്പം ഞാൻ ആലപ്പുഴ എത്തിയാൽ അർത്തുങ്കൽ പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെയുള്ള കണക്ഷൻ ഉണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച്. ഇപ്പം ഇവിടെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വൈകിട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് വല്ലാർപ്പടം പള്ളിയിൽ പോകണം തോന്നും. പിന്നെ എറണാകുളത്ത് ഞാൻ പോകുന്ന കുറെ അമ്പലങ്ങളുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ദർശനം നടത്താവും. ഇല്ല, അങ്ങനെ എന്താ സംബന്ധിച്ചാൽ എറണാകുളത്ത് മാത്രമല്ല, ഇപ്പം അമ്പലങ്ങളുടെ പേര് പറയാൻ വേണ്ടി ഇപ്പൊ തിരുവനന്തപുരം എടുത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം മറ്റേ പാളയം, പട്ടം, മെഡിക്കൽ കോളേജ്, ഉൾക്ക്, പൊങ്ങോട്, ശ്രീകാര്യം, ചാവടി, കോളേജ്, മണ്ണുവിൽ, അരശുമ്പോട്, കുഴിവിൽ, ഇങ്ങനെയൊക്കെ സ്ഥലവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയല്ല. എനിക്ക് എല്ലാം നമ്മളെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.